എനിക്കിന്ന് വേറൊരു പെണ്ണുണ്ടായിരുന്നു, അതാ ലേറ്റായ. പിന്നെ വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? എന്ത്? അല്ല, നമ്മളിങ്ങനെ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. എവിടുന്നാലും നമ്മൾ മീറ്റ് ചെയ്യണമല്ലോ, പിന്നെ നമ്മളാണല്ലോ സംസാരിക്കണ്ടേ. ട്രൂ. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതെന്താ? എൻ്റെ സ്കിൽസ് തന്നെയാണ് എന്നെ ഡിഫറെൻ്റ് ആക്കുന്നത്. എന്തൊക്കെ സ്കില്ലുള്ളത്? ഞാൻ അത്യാവശ്യം പാട്ട് പാടും, ഡാൻസ് കളിക്കും, റീൽസ് ചെയ്യും. റീൽസിൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ നോക്കണം. ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ചാക്ക ബോബൻ, മറ്റേ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ദിലീപ്, മുടി വെട്ടിപ്പോയി കഴിഞ്ഞാൽ വിരാട് കോഹ്ലി, അങ്ങനെ പലതരം കമൻറ്റുകളാണ്. പിന്നെ അത്യാവശ്യം മെൻ്റലിസം ഒക്കെ വശമുണ്ട്. മെൻ്റലിസം അറിയോ? അതെ. ഇന്നെപ്പോഴാണ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ അതിനുള്ള സാഹചര്യം അല്ലല്ലോ. ഇപ്പോൾ നമ്മൾ ലൈഫ് പ്ലാനിങ് ആയിട്ട് വന്നല്ലേ. എന്തൊക്കെ ടൈപ്പ് മെൻ്റലിസം ചെയ്യണേ? അത് ഒരുപാടുണ്ട്. ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജീവി, അതിന് മൈൻഡ് കൺട്രോൾ ചെയ്ത് അതിനെ സേവ് ചെയ്യുന്നൊരു പരിപാടി, അതാണ് എൻ്റെ മാസ്റ്റർ പീസ് ഐറ്റം. ജീവി എന്ന് ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വരുന്നത് പ്രാവ്. പ്രാവിനെ കൂട്ടം തുറന്നു വിടുന്നതാണോ നിങ്ങളെ മെൻ്റലിസം? ഇതൊക്കെ പണ്ട് മുതലേ കണ്ടും അടുത്ത മാജിക് അല്ലേ. പിന്നെ കൂട്ടിലിട്ട പ്രാവിനെ സേവ് ചെയ്യാൻ മെൻ്റലിസം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൂട് തുറന്നിട്ടാൽ പോരെ. അത് വിടൂ അത് കയ്യിൽ നിന്ന് പോയി. പിന്നെ ഭാവി ഭർത്താവിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്ന് പറയാം. ഭാവി ഭർത്താവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവും? ഞാൻ എപ്പോഴും എൻ്റെ ഭാര്യയുടെ കൂടെ ഉണ്ടാവും. എപ്പോഴും കൂടെ വേണമെന്നൊന്നുമില്ല, കാരണം ജോലിക്കൊക്കെ പോകണ്ടേ. ട്രൂ ഈ ട്രൂ എന്ന് ഞാൻ പറയണമെന്നില്ല, കാര്യം മനസ്സിലാവുന്നുണ്ട്. അമ്പിളിമാമനൊഴികെ ബാക്കി എന്തും ഞാൻ മേടിച്ചു കൊടുക്കും. അമ്പിളിമാമൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഭാര്യ എന്ന നിലയിൽ എനിക്ക് എന്തൊക്കെ ക്വാളിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം? എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, അതേപോലെ അത് വാങ്ങിച്ചു തരണം, ഇത് വാങ്ങിച്ചു തരണം, അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ലൈഫ് കണ്ട് വളർന്ന ആളാണ്. ഉമ്മാക്ക് വേണ്ട എല്ലാ സാധനവും ചിലപ്പോൾ ഉപ്പാക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റണമെന്നില്ല, അതുപോലെ ഉമ്മ പറയുന്ന എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. പക്ഷേ ഒരു ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അതുപോലുള്ളൊക്കെ ഒരു ലൈഫാണ് ഞാനും ആഗ്രഹിക്കണത്. നമ്മൾ ഈ സിനിമയിലും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ പ്രണയവും ദാമ്പത്യമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്കൊരു ബെഞ്ച് മാർക്കായിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ലൈഫാണ്. അവരുടെ സ്നേഹം കാണുമ്പോൾ പലപ്പോഴും എനിക്ക് അസൂയ വന്നിട്ടുണ്ട്. എൻ്റെ ഉപ്പൻ്റെ ഉമ്മാനെ സ്നേഹിക്കുന്ന പോലെ എനിക്കും എൻ്റെ ഫ്യൂച്ചർ വൈഫിനെ സ്നേഹിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ദാമ്പത്യം അവരുതാണ്. നിങ്ങൾ കുറച്ച് അല്പനാണ്, എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതൊക്കെ ചേരുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും തോട്ട്സും സെയിം ആണ്. അപ്പോൾ എനിക്ക് ഓക്കെയാണ്. ഇയാളെനിക്ക് ഓക്കെയാണ്.